SSAയുടെ 1148 കോടി രൂപ തടഞ്ഞു വെച്ചു കഴിഞ്ഞ 2 വർഷമായിട്ട്. SSAയുടെ പൈസ ചോദിച്ചു പറഞ്ഞു SSAയുടെ പൈസ തരാം, നിങ്ങൾ ഏതിൽ ഒപ്പിടണം, PM ശ്രീയിൽ കൂടെ ഒപ്പിടാൻ പറഞ്ഞു. PM ശ്രീയിൽ ആദ്യത്തെ പറയുന്നത് എന്താണ്, ഫസ്റ്റ് കോളം പറയുന്നത് ഇത് NEPയുടെ പരീക്ഷണശാലയാണ് ഈ സ്കൂളുകൾ. 5 വർഷം കഴിയുമ്പോൾ ആർക്ക് കൊടുക്കും, സ്റ്റേറ്റിന് കൊടുക്കും. 22 തുടങ്ങേണ്ടാണ്, ഇപ്പം 22 തുടങ്ങി 27 ആകുമ്പോൾ തീരാണ്, ഇപ്പം 25 ഇനി 2 വർഷമേ ഉള്ളൂ, നീട്ടുമായിരിക്കും കേന്ദ്ര ഗവൺമെന്റ്. ഇതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ NEPയെ പൊളിറ്റിക്കലായി നമ്മൾ എതിർക്കുന്നു കേരള സമൂഹം, നമ്മൾ മീൻസ് കേരള സമൂഹം. ഓക്കെ, അത് ശരി, ഗവൺമെന്റ് ഒപ്പിട്ടു, അതും ശരി, രണ്ടും ശരിയാണ്. ഗവൺമെന്റിന് ഒപ്പിടാതിരിക്കാൻ പറ്റത്തില്ല, ഒരു ഫെഡറൽ വ്യവസ്ഥയിൽ അങ്ങനെ പറ്റൂ. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക, ഒപ്പിട്ടതിന് ശേഷം പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, പറ്റാത്ത കാര്യങ്ങളോട് ബാർഗൻ ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ പറ്റും. ജലജീവ മിഷൻ ഇന്ത്യയിൽ എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതിയാണ്, മനോഹരമായ ഗൈഡ് ലൈനാണ്. പക്ഷേ ഗൈഡ് ലൈനിൽ പറയുന്ന ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല, സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. PM ഉഷ സ്കൂൾ മനോഹരമായ ഗൈഡ് ലൈനാണ്, ഗൈഡ് ലൈനിൽ പറഞ്ഞ ഒരു കാര്യം കേരളത്തിൽ ചെയ്തിട്ടില്ല. ദീനദയാൽ ഉപാധ്യായ പ്രോഗ്രാം, അമൃത് പ്രോഗ്രാം, ഇങ്ങനെ ഇപ്പം റണ്ണിങ്ങിൽ 82 പ്രോഗ്രാം ഉണ്ട്, മൊത്തത്തിലൊരു 140 പ്രോഗ്രാം ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ. അതിലെല്ലാം 60%, 80%, 100% ഒക്കെയാണ് പൈസ തരുന്നവർ. ഈ ഒരു പദ്ധതിയിലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എങ്കിൽ പിന്നെ നമ്മൾ സ്വർഗ്ഗമാവൂലായിരുന്നു. അവർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യത്തൊന്നുമില്ല. അവർ പറയും നമ്മൾ താല്പര്യമുള്ള ചെയ്യും, പൈസ മേടിക്കും. ഇനി പറഞ്ഞിട്ട് ചെയ്യാത്തതുകൊണ്ട് പൈസ നഷ്ടമായതുകൊണ്ട്, അവർ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് പൈസ നഷ്ടമായ കഥയുമുണ്ട്. അതുകൊണ്ട് NWDPR എന്ന് പറഞ്ഞാൽ 500 കോടി നമുക്ക് നഷ്ടമായി വാട്ടർ അതോറിറ്റിക്ക്. ആ നഷ്ടമായത് എന്തിൻ്റെ ബേസിലാണ്, അവർ പറഞ്ഞ ചില ഗൈഡ് ലൈൻ നമ്മൾ ഒബ്ലൈ ചെയ്തില്ല, പൈസ പോയി, അങ്ങനെയുള്ള കേസും ഉണ്ട്. അപ്പോൾ ഗൈഡ് ലൈനാണ് ഒരു പ്രധാനം. ധാരണാപത്രമാണ് ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത്, MOU ആണ്. എല്ലാവരും കിടന്ന് പറയുന്നത് കരാറല്ലേ. ഇപ്പോൾ ഹരീഷൊക്കെ പറയുന്നത് എന്താണ്, ഇതെല്ലാവരും ചർച്ച ചെയ്യേണ്ടേ. അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും, ഒരു രാജ്യത്തെ പോളിസിയൊക്കെ ചിലപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. ധാരണാപത്രം ഒപ്പുവയ്ക്കുമ്പോൾ ഈ ധാരണാപത്രങ്ങളെല്ലാം പുറത്തിട്ടിട്ട് പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും വന്ന് പറയൂ ഈ ധാരണാപത്രം കേരളവുമായി കേന്ദ്രവും മറ്റും ഒപ്പിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രായോഗികമാണ് ഭരണത്തിൽ. പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെല്ലാം പൈസ മേടിച്ചിട്ടുണ്ട്. ആ പാടെ എതിർപ്പുള്ളതാരാണ്, പിന്നെ തമിഴ്നാടും ബംഗാളും നമ്മളുമാണ്. തമിഴ്നാടിൻ്റെ എതിർപ്പ് പ്രധാനമായി ഈ വിഷയത്തിലുമല്ല, സംഘപരിവാർ വിഷയമല്ല, ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു, അത് വേറെ ചില വിഷയങ്ങളാണ്. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നില്ല, ഹിന്ദിയൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. അപ്പോൾ NEPയിൽ കുറേ ആശങ്കകൾ എനിക്കുമുണ്ട്, വ്യക്തിപരമായി എനിക്കും ആശങ്കകളുണ്ട്, അക്കാഡമിക്കായിട്ടും കുറേ ആശങ്കകളുണ്ട്. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ വേറെ മാർഗമില്ല. മോഡി കണ്ണുരുട്ടിയപ്പോൾ നമ്മുടെ ചേട്ടൻ എന്ത് ചെയ്യേണ്ടി വന്നു, വാങ്ങേണ്ടി വന്നു.